ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂർ എന്ന സ്ഥലത്ത് ജയപ്രകാശ് എന്നു പേരുള്ള ചേട്ടനെ കാണാൻ പോവുകയാണ്. അദ്ദേഹം ഡെപ്യൂട്ടി തഹസീൽദാരായി വിരമിച്ച ആളുകൂടിയാണ്. അദ്ദേഹം പുതിയൊരു സംരംഭം തുടങ്ങി. അത് എന്താണെന്നും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോവുകയാണ്. ഇത് ഇലന്തൂരാണ്. ഇലന്തൂർ ജംഗ്ഷനിൽ ഇറങ്ങി ഓമല്ലൂർ റൂട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അതിന് മുൻപ് ഈ കാണുന്ന കുളവും ചിറ എന്ന് പറയും. ഇലന്തൂർ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ആദ്യം ഒരു കുളം കണ്ടു. നേരെ വന്നപ്പോൾ ഒരു ഗണപതി ക്ഷേത്രം. ആ ബസ് കിടക്കുന്നില്ലേ, അവിടെ നേരെ പോകുമ്പോഴാണ് ഓമല്ലൂർക്ക് പോവുക. ഇത് ഓമല്ലൂർ റൂട്ടാണ്. വലത് തിരിഞ്ഞ് വലത് സൈഡിലുള്ള റോഡിൽ കൂടെ നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ അവിടെയാണ് ജയപ്രകാശ് ചേട്ടൻ്റെ വീടുള്ളത്. ഗണപതി ക്ഷേത്രമാണിത്. ഇലന്തൂരിലെ ഫേമസ് ക്ഷേത്രമാണ്. രാവിലെ തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പ്രാർത്ഥന നിരന്തരമായിട്ട് നിൽക്കുന്നു. നമുക്കിനിയിപ്പോൾ ജയപ്രകാശ് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം, വിശേഷങ്ങൾ അറിയാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ JPS ഹോം ഷോപ്പിംഗ്. ഇവിടെയാണ് നമ്മുടെ ജയപ്രകാശ് ചേട്ടനെ കാണാൻ വന്നത് കേട്ടോ. ജയപ്രകാശ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. ഓക്കെ, ഓക്കെ, താങ്ക് യു. ചേട്ടാ, എന്ന് മുതലാണ് നമ്മുടെ ഈ ഷോപ്പ് തുടങ്ങിയത്? ഇപ്പൊ 2 മാസമായി. 2 മാസമായത്. ഓക്കെ. അപ്പോ ഇതിനു മുമ്പ് ഡെപ്യൂട്ടി തഹസിൽദാർ ആയിരുന്നു അല്ലേ? അത് പിന്നെ റിട്ടയർഡ് ആയിട്ട് എത്ര വർഷമായി? 2 വർഷമായി. 2 വർഷമായി. അപ്പൊ അതിനിടയിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല? ഇങ്ങനെയുള്ള മറ്റ് സംരംഭങ്ങളോ അല്ലെങ്കിൽ ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നു? അപ്പൊ റിട്ടയർമെന്റിന് ശേഷം സമയം ചെലവഴിക്കാനും ഒരു അധിക വരുമാനം കിട്ടുന്നതിനും വേണ്ടി ഞാൻ പല ബിസിനസിനെ പറ്റിയും ആലോചിച്ച എല്ലാ ബിസിനസിനെ പറ്റിയും പഠിച്ചതിൽ എനിക്ക് മോഡി കെയർ ബിസിനസ് ആണ് നല്ലതെന്ന് തോന്നിയത്. അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ഇതിനധികം മുതൽ മുടക്ക് ആവശ്യമില്ല. പിന്നെ മായമില്ലാത്ത നല്ല സ്റ്റാൻഡേർഡ് ഉൽപ്പന്നങ്ങളാണ്. അപ്പം അങ്ങനെ ഈ ബിസിനസ് ചെയ്യാന്ന് വിചാരിച്ചു. അത് ശരി. അങ്ങനെ ഈ ബിസിനസ് ഇപ്പം 2 മാസമായിട്ട് വീട്ടിലൊരു ഹോം ഷോപ്പ് ചെയ്ത് ബിസിനസ് നടത്തുന്നു. ഓഹോ. അപ്പൊ നമുക്ക് കൂടുതൽ അറിയാനെ കൊണ്ട് നമുക്ക് പ്രേക്ഷകരെ ഇതെല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അപ്പൊ അവർക്കും ആകാംക്ഷ ഉണ്ടാവും. ഇത് എങ്ങനെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങളാണ്, ഇതിന്റെ വില എന്താണ്, ഇതിന്റെ ക്വാളിറ്റി എന്താണെന്നല്ല ഉള്ളത്. അപ്പൊ ഈ മോഡി കെയർ കമ്പനിക്ക് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള മായമില്ലാത്ത ഒരു 800-ൽ കൂടുതൽ ഉൽപ്പന്നങ്ങളുണ്ട്. ഓ, അത് ശരി. ഓക്കെ. അത് വിലയും താരതമ്യേന കുറവാണ്. വലിയ വിലയൊന്നുമില്ല ഈ പ്രൊഡക്റ്റുകൾക്കൊന്നും. സാധാരണ ജനങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ രീതിയിലുള്ള വിലയേ ഉള്ളൂ. പിന്നെ ഒരു വ്യക്തിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം കിടക്കുന്നിടം വരെ ഉപയോഗിക്കാനുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഇവിടെ ഉണ്ട്. ചേട്ടാ, അപ്പൊ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എല്ലാം നമ്മൾ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നതാണോ? ഡയറക്റ്റ് കൊറിയറായിട്ട് വരുന്നത്. ഇത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ഇടനിലക്കാരില്ല. മറ്റു കടകളിലൊക്കെ ഇടനിലക്കാരുണ്ട്. അങ്ങനെയാണ് പൈസ പോകുന്നത്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആയതുകൊണ്ട് നേരിട്ട് ഇങ്ങോട്ട് വരിക. അപ്പൊ ഇടനിലക്കാർക്കൊന്നും പൈസ പോകുന്നില്ല. അത് ശരി. അതായത് അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് നമ്മുടെ ഉപഭോക്താവിനും കിട്ടും. നമ്മുടെ ഉപഭോക്താവുക്ക് കിട്ടും. മറ്റേ കടയിലാണെങ്കിൽ ഹോൾസെയിലർ, റിറ്റെയിലാണെങ്കിൽ ഒത്തിരി ഇടനിലക്കാരുണ്ട്. ഒത്തിരി പൈസ മാറും. അത് പരസ്യം, ഈ സിനിമാ താരങ്ങളൊക്കെ വെച്ച് പരസ്യം എടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് വെറുതെ ഒത്തിരി പോകുന്നുണ്ട്. ഇതിനൊന്നും പരസ്യമില്ല. ഈ പ്രോഡക്റ്റിനൊന്നും TV കൂടെ പരസ്യമില്ല. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച ഒരു മൗത്ത് പബ്ലിസിറ്റി ആണുള്ളത്. TV-യിലൊന്നും ഇതിന് പരസ്യമില്ല. സംസാരിച്ചിരിക്കുന്ന വിടയത്തിൽ തന്നെയാണ് നമ്മുടെ ഒരു കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ട്, ജയപ്രകാശ് ചേട്ടൻ്റെ അടുത്ത്. ഇതാണ് ആ ചേച്ചി. എന്താ ഇപ്പൊ വാങ്ങിക്കാൻ വന്നത്? ചേച്ചിയുടെ പേരെന്തായിരുന്നു? രഞ്ജു. ഓക്കെ. നമ്മുടെ ഇലന്തൂർ പഞ്ചായത്ത് മെമ്പർ കൂടിയാണല്ലേ? ഓക്കെ. എത്ര വാർഡിലാണ്? 13-ാം വാർഡില്. ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണോ? എങ്ങനെയുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്? ക്വാളിറ്റി ഒക്കെ ആണോ? സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ആളാണല്ലേ? ഇപ്പൊ നിലവിൽ എന്താണോ വാങ്ങിക്കാൻ വന്നത്? ഡിറ്റർജന്റ്. ഓക്കെ, വെരി ഗുഡ്. കാണട്ടെ.
വാഷ്മേറ്റ്. ഓക്കെ, മെഡിക്കെയറിന്റെ പുതിയതല്ല, പഴയ ഉൽപ്പന്നം തന്നെയാണ്. വാഷ്മേറ്റ് എന്നാണ് അതിന്റെ പേര് അല്ലേ? അതെ. ഓക്കെ, കൊടുത്തോളൂ. ഇപ്പൊ കസ്റ്റമർക്ക് ഒരു സോപ്പ് പൊടി കൊടുത്തില്ലേ? അപ്പൊ അതിന്റെ ഗുണമേന്മയെ കുറിച്ചൊന്ന് പറയോ? ഈ സോപ്പ് പൊടി എന്ന് പറഞ്ഞാല് നമ്മുടെ കൈകൾക്ക് ദോഷമൊന്നും ഉണ്ടാകത്തില്ല ഈ പൊടി ഇത് ഉപയോഗിച്ചാല്. ഇത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ അലക്കിയ വെള്ളം ചെടിക്ക് വെച്ചാൽ ആ ചെടി കരിഞ്ഞു പോകും. പക്ഷെ ഇത് നനച്ച വെള്ളം നമ്മൾ ചെടിക്ക് വെച്ചാൽ ചെടിക്ക് അത് വളമാകും. അതുപോലെ കെമിക്കലുകൾ ഇല്ലാത്ത സാധനമാണിത്. നമ്മുടെ കൈക്ക് ഒന്നും ഒരു കുഴപ്പങ്ങൾ വരത്തില്ല ഉപയോഗിച്ചെന്നും പറഞ്ഞോണ്ട് നമ്മുടെ കൈകൾ ഇതായിട്ടിരിക്കും. പിന്നെ നല്ല പവർഫുൾ ക്ലീനിങ് നമ്മുടെ കൈക്ക് നല്ലതാണ്. പിന്നെ നല്ലൊരു സുഗന്ധമുണ്ട്. പിന്നെ തുണികൾക്ക് ഒരു കുഴപ്പവുമില്ല. സാധാരണ സോപ്പ് പൊടി ഇട്ട് കഴിച്ചാൽ തുണിയൊക്കെ കളർ വ്യത്യാസം. ഇത് അലക്കുന്ന തുണികൾക്ക് സേഫ് ആണിത്. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇതിനുണ്ടല്ലേ? ഇവിടെ ഉള്ള ഏതാണ്ട് 800-ൽ പരം ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പൊ കുറച്ച് അത്ര ഇല്ലെങ്കിലും കുറച്ചെങ്കിലും ഇവിടെ ഉണ്ടാവുമല്ലോ. 800 ഉൽപ്പന്നങ്ങളെ കമ്പനിക്കുള്ളത് 800-ൽ പരം ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഇവിടെ ഇപ്പോൾ നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ ഓരോന്നോരോന്നാണ് നമുക്കൊന്ന് പരിചയപ്പെടുത്താലോ പ്ലീസ്? അപ്പൊ അങ്ങനെ ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ ഏതാണ് ആദ്യം പരിചയപ്പെടുന്നത്? തേയില, മൂടിക്കയറിന്റെ തേയില. സാധാരണ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന തേയിലയൊക്കെ കളർ ചേർത്തതാണ്. അത് വെള്ളത്തിൽ കളിക്കുമ്പോൾ അതിന്റെ കളർ ഇളകി വരുന്നത് നമുക്ക് കാണാം. അത് നമ്മൾ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മളെ കുടലയിലൊക്കെ കളർ പിടിച്ച് നമുക്ക് ശരീരത്തിന് ദോഷമായിട്ട് വരും. ഈ മൂടിക്കയറിന്റെ തേയിലയ്ക്ക് അതിൽ കളർ ചേർത്തിട്ടില്ല. അപ്പൊ ഇത് ഒരിക്കലും മേടിക്കുന്ന ഒരു സ്ഥിരം ഇവിടുന്ന് മേടിക്കും. അത് അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ റിച്ച് അരോമ, ഇറസിറ്റിബിൾ ടേസ്റ്റ്, റിഫ്രഷസ് യുവർ സെൻസ്. ഇത് നല്ല സുഗന്ധമുണ്ട് ഇതിന്. ഈ തേയിലയ്ക്ക് നല്ല മണമുണ്ട്. പിന്നെ നല്ല രുചിയുണ്ട്. പിന്നെ നമ്മളെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉത്തേജിപ്പിക്കും. അപ്പൊ ഈ തേയിലയ്ക്ക് പിന്നെ മറ്റേ കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് ശരീരത്തിന് ദോഷമൊന്നും ഉണ്ടാകും. ഈ തേയില മേടിക്കുന്നവര് പിന്നെ സ്ഥിരം ഇവിടെ വന്ന് മേടിക്കാറുണ്ട്. പിന്നെ ഈ തേയില തന്നെ ഇവിടെ 3 ഐറ്റം ഉണ്ട്. പിന്നെ ഇലത്തേയിലയുണ്ട്, ഈ ലീഫ് ടീ, ഇലത്തേയിലയുണ്ട്, ഗ്രീൻ ടീ ഉണ്ട്. അങ്ങനെ ഈ തേയില തന്നെ 3 വെറൈറ്റി ഉണ്ട് ഇവിടെ. അപ്പൊ അതില് രണ്ടാമത്തേത് ഇതാണല്ലേ? ഇത് ഇലത്തേയില, ഇത് ഗ്രീൻ ടീ. ഈ ഗ്രീൻ ടീ എന്നൊക്കെ പറഞ്ഞാല് ശരീരത്തിന് നല്ല ഗുണമുള്ള സാധനങ്ങളായി ഗ്രീൻ ടീ. എല്ലാ തേയിലയും നല്ലത്, എല്ലാ ഉൽപ്പന്നങ്ങളും ശരീരത്തിന് ഗുണമുള്ള സാധനങ്ങൾ തന്നെ. അപ്പൊ നമുക്ക് അടുത്ത ഉൽപ്പന്നം ഒന്ന് പരിചയപ്പെട്ടാലോ? ചേട്ടാ, ഇതെന്തായിരുന്നു? ഇതാണ് തവിടെണ്ണ. ശുദ്ധമായിട്ടുള്ള തവിടെണ്ണയത്. ഇത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള സാധനമാണിത്. കൊളസ്ട്രോള് നിയന്ത്രിക്കാനും എല്ലാത്തിനും നല്ലൊരു സാധനമാണിത്. ഹാർട്ടിനൊക്കെ നല്ലതാണ്. വെളിച്ചെണ്ണയുടെ ഉപയോഗം തന്നെയാണ് ഇതും കൊണ്ടുള്ളത്. വെളിച്ചെണ്ണയുടെ അത്രയും വിലയില്ല, വെളിച്ചെണ്ണയെക്കാളൊക്കെ ഒത്തിരി വിലക്കുറവ് അതിന്. വെളിച്ചെണ്ണയ്ക്ക് പരമായിട്ട് നമുക്ക് ഈ തവിടെണ്ണ നമുക്ക് ഉപയോഗിക്കാം. ഇത് മായമില്ലാത്ത നല്ല സൂപ്പർ സാധനമാണ് തവിടെണ്ണ. ഇത് മായമൊന്നും ഇല്ലാത്ത നല്ല ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടുന്ന നല്ലൊരു സാധനമാണ് ഓട്സ്. അതിനകത്ത് മായവും കെമിക്കലും ഒന്നും ഇല്ലാത്തതാണ്. ഇത് ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്ന സാധനമാണ്. അതായത് ഇവിടെ ഉള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഈ മായങ്ങളൊന്നും ചേർന്നിട്ടില്ല, കെമിക്കൽ ഐറ്റംസ് ഒന്നുമില്ല, നാച്ചുറൽ ആണ് എന്നാണ് പറയുന്നത്. മായമില്ലാത്ത 100% അന്താരാഷ്ട്ര നിലവാരമുള്ള സാധനങ്ങളാണ്. ഇതേതായിരുന്നു ചേട്ടാ? ഇതാണ് ഓട്ടോ വാഷ്. ഓട്ടോ വാഷ്, കാറ്, ബൈക്ക്, നിങ്ങളുടെ വാഹനങ്ങളെല്ലാം കഴുകാൻ ഉപയോഗിക്കുന്ന ഇതാണ്. ഇവിടുത്തെ ഈ സാധനങ്ങളെല്ലാം കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇത് ഷാമ്പൂവിനെത്തിപ്പെട്ട് വാഹനങ്ങളൊക്കെ നമുക്ക് വാഷ് ചെയ്യാം. അപ്പൊ ഇതോ ചേട്ടാ? ഇത് പൗഡർ. ഇവിടുത്തെ പൗഡർ എന്ന് പറഞ്ഞാൽ പെർഫ്യൂമുടെ പെർഫ്യൂമുടെ ചേർത്ത പൗഡറാണ്. അപ്പൊ ഇത് ഈ പ്രോഡക്റ്റുകൾക്കൊന്നും വലിയ വിലയൊന്നുമില്ല. കുറഞ്ഞ വിലയൊക്കെ ഉള്ളൂ. ഇതിന് വലിയ വിലയൊന്നുമില്ല. സാധാരണ ആൾക്കാർ പറയും മുടിക്കർ സാധനങ്ങൾക്ക് വലിയ വിലയാണ്. പക്ഷെ ഇവിടെ സാധനത്തിനൊന്നും വിലയില്ല, എല്ലാം ന്യായമായിട്ടുള്ള വിലയേ ഉള്ളൂ. അത് ഇവിടെ വന്ന് നോക്കുമ്പോൾ അറിയാം. അതായത് മറ്റു ഉൽപ്പന്നങ്ങൾക്ക് വെളിയിൽ കിട്ടുന്നതിനെക്കാട്ടിലും കുറച്ച്
റേറ്റിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് അല്ലേ? വിലക്കുറവാ. പിന്നെ ഇത് പെർഫ്യൂംഡ് ടോക്കാ, നമ്മുടെ പൗഡർ. അത് ശരി. ഓക്കെ ഓക്കെ. അടുത്തത് അലമാരയൊക്കെ അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ ഓരോന്നോരോന്ന് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തി തരുന്നത്. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ട്. ഏതാണ്ട് 800-ൽ പരം ഉൽപ്പന്നങ്ങൾ മോഡിക്കെയർ എന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങളായിട്ടുണ്ട്. അപ്പം അതിൽ എല്ലാ ഐറ്റംസും നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളും പ്രത്യേകം അത് എടുത്ത് പറയേണ്ടതായിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. എല്ലാ ഐറ്റംസും അത് ചോദിച്ചാൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്മൾ ഇദ്ദേഹത്തിന് നമ്പർ കൊടുത്തേക്കാം. ആർക്ക് വേണമെങ്കിലും വിളിക്കാം, ഓർഡർ ചെയ്യാം. നേരിട്ട് ഫോൺ വഴിയോ ഓൺലൈൻ വഴിയോ, അതല്ല നേരിട്ട് വന്നോ ഒക്കെ വാങ്ങിക്കാം. ചേട്ടാ ഇതെന്തായിരുന്നു? നമ്മുടെ ടൂത്ത് പേസ്റ്റ് അല്ലേ? മോഡിക്കെയറിന്റെ സൂപ്പർ പ്രോഡക്റ്റ് ആണ് മോഡിക്കെയറിന്റെ ടൂത്ത് പേസ്റ്റ്. ഈ പേസ്റ്റ് ഒരിക്കൽ ഉപയോഗിക്കുന്നവര് സ്ഥിരം ഇത് ഉപയോഗിക്കും. പിന്നെ ഇവിടെ ആൾക്കാർ മേടിക്കുന്നുണ്ട്. അത് ഈ പേസ്റ്റ് തന്നെ 4 തരമുണ്ട്. ഫ്ലൂറൈഡ് ഉണ്ട്, ആന്റി കാവിറ്റി ഉണ്ട്, ജെൽ ടൂത്ത് പേസ്റ്റ് ഉണ്ട്, പിന്നെ ആയുർവേദ ടൂത്ത് പേസ്റ്റ് ഉണ്ട്. നാല് ടൈപ്പ് ടൂത്ത് പേസ്റ്റ് തന്നെ ഉണ്ട്. ഇതിനൊന്നും വലിയ വിലയൊന്നുമില്ല. കടയിലൊക്കെ വില കുറവായ സാധനത്തിനൊക്കെ. അപ്പം ഇത് പല്ലിന് വളരെ ഗുണമുള്ളതായത്. പല്ലിനും വായിക്കും മുണയ്ക്കും എല്ലാം വളരെ ഗുണമുള്ള പേസ്റ്റുകളാണിത്. പിന്നെ പല്ലിന്റെ പോള, വായ്നാറ്റം, അതുപോലുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ പേസ്റ്റ് ഉപയോഗിച്ചാൽ. 4 ഐറ്റം പേസ്റ്റ് ഉണ്ട്. അപ്പൊ ചേട്ടാ ഒരു സംശയം ചോദിച്ചോട്ടെ? ഇപ്പൊ എന്തായാലും ഇത്രയും ഉൽപ്പന്നങ്ങളോടെ ഉണ്ട്, നമ്മളിത് കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്കിപ്പോ ഓണം വരാൻ തുടങ്ങിയാണ്. അപ്പൊ ഓണത്തിന് തമ്മിൽ പ്രത്യേകം എന്തെങ്കിലും ഓഫറുകളുണ്ടോ? ഓണം പ്രമാണിച്ച് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 30% വരെ വിലക്കുറവ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അത് ശരി. ഓക്കെ. അത് എന്ന് വരെയാണ് ഓണം? അപ്പൊ ഓണം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 13 വരെ അല്ലേ? സെപ്റ്റംബർ പകുതി വരെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞതിലും നമ്മുടെ മോഹന സലാപം എന്ന യൂട്യൂബ് ചാനലിൽ കൂടി നമ്മുടെ JPS ഹോം ഷോപ്പിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. ഇത് കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പാണ് കേട്ടോ. ഓരോന്നും പ്രത്യേക പാക്കറ്റുകളിൽ വന്നിട്ടുള്ളതാണ്. ചേട്ടാ ഇതിന്റെ ഒന്ന് വിവരിക്കുമോ? ഈ സോപ്പിന്റെ ഓരോ പാക്കറ്റിലും 4 സോപ്പ് വെച്ചുണ്ട്. അത് ശരി. 4 സോപ്പാണ് ഓരോ പാക്കറ്റിലും. അത് ശരി. അത് ഓരോന്നും നമ്മുടെ മുഖത്തിന്റെ ത്വക്കിന്റെ ഒക്കെ സൗന്ദര്യത്തിന് വേണ്ടിയുള്ള സോപ്പുകളാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അലോവേര കേട്ടോ. പിന്നെ കറ്റാർവാഴയാണ് ഇതിനകത്തിലുള്ളത് കേട്ടോ. പിന്നെ ഇത് ഓറഞ്ച് കേട്ടോ. ഓറഞ്ച്. ഇതെല്ലാം ഓരോ ഫ്ലേവറും ഉണ്ട് അല്ലേ? ഇതെല്ലാം നമ്മുടെ ത്വക്കിനൊക്കെ പ്രയോജനപ്പെടുന്ന ഇതാ. പേൾ സോപ്പ് എന്ന് പറയും. ഇതൊക്കെ ഉപയോഗിച്ച് നോക്കുന്നവർ പിന്നെ ഇത് തന്നെ സ്ഥിരം മേടിക്കത്തുള്ളൂ. പിന്നെ ഇതെല്ലാം സൗന്ദര്യത്തിന് വേണ്ടിയുള്ളതാ കേട്ടോ. ഇത് നാരങ്ങ കേട്ടോ, നാരങ്ങയുടെ സോപ്പ്. ഇത് ചന്ദനത്തിന്റെ സോപ്പ്. അപ്പോൾ ഓരോ പാക്കറ്റിലും 4 സോപ്പ് വെച്ചുണ്ട്. അത് ശരി കേട്ടോ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് തീരത്തില്ല ഈ സോപ്പുകളൊന്നും. അങ്ങനെയാണെങ്കിൽ ഈ 4 സോപ്പിനും കൂടെ എത്ര രൂപയായിരിക്കും? സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഞാൻ ചോദിച്ചത്. 4 സോപ്പ് ഒരു പാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ ആ ഒരു പാക്കറ്റിന് എത്ര രൂപയായിരിക്കും? ഇപ്പൊ 140 രൂപ. ഓക്കെ. നോർമൽ പൈസയേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതേതായിരുന്നു ചേട്ടാ? ഇതാണ് ഗ്ലിസറിൻ ആൻഡ് ഹണി. അത് നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ, ഗ്ലിസറിനും ഹണിയും ഒക്കെ ഇതുവരെയുള്ളതാണെന്ന്. അതെ. ഇത് സോപ്പാണ്. ഇതെന്താ ചേട്ടാ? ഇത് നമുക്ക് സോപ്പിന് പരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ലിക്വിഡ് ടൈപ്പിലുള്ളത് കേട്ടോ. ഹാൻഡ് വാഷ് ആണോ? ഹാൻഡ് വാഷ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ഹാൻഡ് വാഷും ബോഡി വാഷും ഒക്കെ പറ്റിയത് സാധനം. അത് ശരി. ഇത് തന്നെ 4 ടൈപ്പ് ഉണ്ട് കേട്ടോ. വെൽനസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. വെൽനസ് പ്രോഡക്റ്റ് അത് ഈ അസുഖത്തിന് ഹാർട്ട്, ലിവർ, കിഡ്നി, അപ്പോൾ അതിനെല്ലാം ഉള്ള മരുന്നുകളല്ല, ആ ഹൃദയത്തെ കിഡ്നിയൊക്കെ സംരക്ഷിച്ച് അസുഖം വരാതിരിക്കാനുള്ള ഒരു വെൽനസ് പ്രോഡക്റ്റുകളാണ് ഇത്. അത് ഒത്തിരി ഐറ്റങ്ങളുണ്ട്. അത് മരുന്നല്ല. ഇങ്ങനെ വരുമ്പോൾ ഈ അഷ്ടതുളസി സിറപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അഷ്ടതുളസി ഡ്രോപ്സ്. ഇത് 8 തുളസിയുടെ ഗുണങ്ങളുണ്ട്. 8 തുളസിയുടെ ഗുണമുണ്ട് ഇതിന്. അത് കഴിച്ചാൽ ശരീരത്തിന് പല അസുഖങ്ങൾക്കും നല്ലതാണ് ഈ സാധനം. ഇത് വീട്ടിൽ ഒരെണ്ണം മേടിച്ച് ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ നോനി ജ്യൂസ് എന്ന് പറയും. നോനി പഴത്തിന്റെ ജ്യൂസാണ് ഇതിനകത്ത്. ഇത് സർവ്വരോഗ സംഹാരിയാണ്.
ഓക്കെ. ഇത് ദിവസം ഒരു സ്പൂൺ കഴിച്ചാൽ നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഒത്തിരി അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. പിന്നെ പെയിൻ ഓയിൽ എന്ന് പറഞ്ഞ സാധനം ഇത് വീട്ടിൽ അത്യാവശ്യം വേണ്ട സാധനമാണ്. ഇത് വേദന നീര് അതിനെല്ലാം നല്ലതാണ്. ഇതെല്ലാം കോൺസെൻട്രേറ്റ് ശകലം ഇത് മേടിച്ച് വെച്ച് കുറേശ്ശെ എടുത്ത് ഉപയോഗിച്ചാൽ മതി. വേദനയ്ക്കൊക്കെ ഏറ്റവും സൂപ്പറായത്. ഇത് കാർഡിയോ ആക്റ്റീവ് എന്ന് പറയും. കാർഡിയോ ആക്റ്റീവ് ഇത് നമ്മുടെ ഹാർട്ടിനെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ലതായത്. അതും ലിക്വിഡാണോ? അല്ല, ക്യാപ്സൂളാണ്. ക്യാപ്സൂളാ. അപ്പൊ ഇത് കാർഡിയോ ആക്റ്റീവ് ഹാർട്ട് അറ്റാക്ക് ഹാർട്ടിനെ സംരക്ഷിക്കാനുള്ള ആണ്. എല്ലാത്തിനും ഉണ്ട്, ഒത്തിരി ഉണ്ട്. എല്ലാ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും സംരക്ഷിക്കാനുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട്. എന്നുവെച്ചാൽ അസുഖം വരാതെ നോക്കുന്ന വെൽനസ് പ്രൊഡക്റ്റ്, മരുന്നല്ല. ഇത് കഴിച്ചാൽ നമുക്ക് ഇപ്പൊ സർക്കാർ തന്നെ വെൽനസ് പ്രൊഡക്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ അടുത്തതാണ് ക്ലീനിങ് പ്രോഡക്റ്റുകളെല്ലാം ഉണ്ട്. ക്ലീനിങ് പ്രോഡക്റ്റുകൾ. ശരി. ഇത് ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് തുണി അലക്കുന്ന ലിക്വിഡ്, വാഷിംഗ് മെഷീനിൽ ഒഴിക്കാനുള്ള ലിക്വിഡ്, തറ തുടയ്ക്കാനുള്ളത്, കിച്ചൺ തുടയ്ക്കാനുള്ളത്, പാത്രം കഴുകാനുള്ളത്, എല്ലാത്തിൻ്റെ ലിക്വിഡുകളുണ്ട്. എല്ലാം കോൺസെൻട്രേറ്റഡ്, കുറേശ്ശെ എടുത്താൽ മതി. ഇപ്പൊ അതായത് നമ്മൾ ഒറ്റ വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ മോഡി കെയറിൽ എന്ന കമ്പനി പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം കിടക്കുന്ന വരെ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ മുഴുവൻ. പിന്നെ ഒരു ഐറ്റം കൂടെ പറഞ്ഞില്ല, കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തിൽപ്പെട്ടത് മുഖം വെളുക്കാനുള്ളത്, പാട് പോകാൻ അങ്ങനെയുള്ള സൺസ്ക്രീന്, വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഫേഷ്യൽ കിറ്റ്, അങ്ങനെ മുഖത്തിന് കളർ വരാനും അങ്ങനെ ഒത്തിരി ഉൽപ്പന്നങ്ങൾ. പിന്നെ ഹെയർ ഡൈ പിന്നെ അതുപോലെ പുരുഷന്മാർക്കുള്ള ഷേവിങ് ക്രീം, ഫേസ് ക്രീം, ഫേസ് വാഷ്, ടാക്കം പൗഡർ, സ്പ്രേ, സൗന്ദര്യത്തിനുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ. പിന്നെ ഒത്തിരി ഉണ്ട്. ഓക്കെ, നമസ്കാരം. അതായത് ഡെപ്യൂട്ടി തഹസിൽദാറായി വിരമിച്ചിട്ടുള്ള ഇദ്ദേഹം പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. ചെറിയ മുതൽ മുടക്കിൽ നല്ല വരുമാനം കിട്ടുന്ന അദ്ദേഹം ഒരുപാട് ആലോചന ശേഷം കണ്ടെത്തിയ ഒരു ബിസിനസ്സാണിത്. ചെറിയ മുതൽ മുടക്കിൽ അത്യാവശ്യം ലാഭം കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഷോപ്പൊന്നും വേണമെന്നില്ല, വീടുകളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. അപ്പം നല്ല രീതിയിലൂടെ ആൾക്കാർ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ കാണുന്നവരായിട്ടുള്ള നിങ്ങൾ ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹവുമായി ബന്ധപ്പെടുക. തന്നെയുമല്ല, ഈ ഓണവുമായി ബന്ധപ്പെട്ട് നല്ല ഓഫറുകളാണ്. ഏതാണ്ട് 10 മുതൽ 30% വരെ കിഴിവാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെടണം. ഈ സംരംഭത്തിന് ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. തന്നെയാണ് അദ്ദേഹം ഈ ഷോപ്പ് നടത്തി പോകുന്നത്. ഷോപ്പിൻ്റെ പേര് JP's ഹോം ഷോപ്പി എന്നാണ്. ഓർമ്മയിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു സംരംഭം അധികം മുതൽ മുടക്കില്ലാതെ നിങ്ങൾക്കും തുടങ്ങാം. നല്ലൊരു വരുമാനം നേടാൻ ഈ ഒരു സംരംഭം നിങ്ങൾക്ക് ഉതകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ജയപ്രകാശ് ചേട്ടൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞാൽ അദ്ദേഹം അത് കൃത്യമായിട്ടെല്ലാം പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്കും ഒരു അധിക വരുമാനം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റ് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം മോഹന സല്ലാപത്തിൻ്റെ അടുത്തൊരു വീഡിയോയുമായി വരുന്നതും വരെ എല്ലാവർക്കും നന്ദി, സന്തോഷം. താങ്ക് യു.